റൂട്ട് 10 ഗുണം റൂട്ട് 2ൻ്റെ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഗുണം റൂട്ട് 5ൻ്റെ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. എടാ അപ്പോൾ ഇത് കൃത്യങ്ങ നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കിയേ, റൂട്ട് 10 ഇൻറ്റു റൂട്ട് 2ൻ്റെ ക്യൂബ് ദ ഹോൾ സ്ക്വയർ, 2ൻ്റെ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഒരു സംഖ്യ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന ഫോമിൽ എഴുതാം. ഒരു സംഖ്യ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്നാണെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ മാറും? 2 റൈസ് ടു 3 ഗുണം 2 എന്താവും? 2 റൈസ് ടു 6 എന്നാവും. ഗുണം റൂട്ട് 5ൻ്റെ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. നോക്കിയേ, ഇവിടെയും എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം? 5 റൈസ് ടു 3 ഗുണം 2 എന്തെന്നാവും? അവിടെയും 5 റൈസ് ടു 6 എന്നാവും. ഓക്കെ അല്ലേ? ഈക്വൽ ടു റൂട്ട് 10 ഗുണം റൂട്ട് 2 റൈസ് ടു 6 എന്തോന്നിട്ട് മാറും? 2ൻ്റെ ക്യൂബ് എന്ന് മാറത്തില്ലേ? അതുപോലെ ഗുണം റൂട്ട് 5 റൈസ് ടു 6 എങ്ങനെ മാറും? 5ൻ്റെ ക്യൂബായിട്ട് മാറത്തില്ലേ? ഇനി അതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു സംഖ്യയ്ക്ക് റൂട്ട് എഴുതുക എന്ന് പറയുന്നത്, റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1/2 തുല്യമാണ്. അതായത് ഒരു സംഖ്യയ്ക്ക് റൂട്ട് എഴുതുന്നത് തന്നെയാണ് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 2 റൈസ് ടു 6 കിടക്കുന്നത്. അപ്പോൾ 2 റൈസ് ടു 6 ദ ഹോൾ റൈസ് ടു 1/2 എന്നല്ലേ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറും? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം ഇൻറ്റു എൻ, അതായത് 2 റൈസ് ടു 6 ഗുണം 1/2, 2 6 വെട്ടുന്നു ഈക്വൽ ടു 2 റൈസ് ടു 3 എന്നാവുന്നു. അതുപോലെ തന്നെ റൂട്ട് 5 റൈസ് ടു 6 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ അതും എങ്ങനെ മാറും? 5 റൈസ് ടു 6 ദ ഹോൾ റൈസ് ടു 1/2 എന്ന് മാറത്തില്ലേ. അപ്പോൾ എന്താവും? 5 റൈസ് ടു 6 ഗുണം 1/2 എന്നാവും. 2 6 വെട്ടിപ്പോവും 3 ഈക്വൽ ടു 5 റൈസ് ടു 3 എന്നാവും. അങ്ങനെ ഇതായിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈക്വൽ ടു റൂട്ട് 10 ഗുണം 2ൻ്റെ ക്യൂബ് എത്രയാണ്? 2ൻ്റെ ക്യൂബ് 8, 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125 ഈക്വൽ ടു റൂട്ട് 10 ഗുണം 8 എത്രയാണ്? 80, 80 ഗുണം ഇൻറ്റു 125 ഈക്വൽ ടു 125 ഗുണം 80 എത്രയാണ്? 125 ഗുണം 80 10,000 ആണ്. 10,000 റൂട്ട് 10,000ൻ്റെ വാല്യൂ 100. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി.